രമേശ് ചേട്ടാ, ഇങ്ങനെ വരികനെ പോലെ നടന്നിട്ടൊന്നും കാര്യമില്ല. അനുഭവിക്കാനുള്ള സ്വന്തമായിട്ട് അനുഭവിക്കുക. സുമിത്രയെ പറ്റിപ്പോയി, ഇനി ഞാൻ എന്താ ചെയ്യാ? ഇതേ ആള് തട്ടിപ്പോയ കേസാ. പോലീസ് എപ്പോഴാ വരിക അറിയില്ല. ഞാൻ എന്താ ചെയ്തേ? നിങ്ങളോട് ആരാ അയാൾക്ക് പച്ചമരുന്നൊക്കെ കലക്കി കൊടുക്കാൻ പറഞ്ഞത്? നിങ്ങൾ വൈദ്യരൊന്നല്ലല്ലോ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പല മരുന്നും പലോരമേത്തും പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചത് ആദ്യമായിട്ടാ. എനിക്കിതിന് സാക്ഷി പറയാൻ വരാനൊന്നും പറ്റില്ല. ഓരോന്നേ ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. എന്താ സുമിത്ര ഇനി ചെയ്യാനൊന്നുമില്ല. ആളെ തട്ടിപ്പോയി. ഇനി എല്ലാരും കൂടിയാണ് അനുഭവിക്കുക. രമേശൻ ജയിലിൽ പോണ്ടി വരൂ? ആ, പോണ്ടി വരും. ഇനി രമേശ് ചേട്ടനെ സുഭിക്ഷയായിട്ട് ജയിലിൽ നിന്ന് ഗോതമ്പുണ്ട കഴിച്ച് ജീവിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ജയിലിൽ പോവാൻ പോണത്. അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായല്ലോ. അമ്മയുടെ പുന്നാരം അതും കൂടിയാണ് സാധിച്ചെന്നൂലോ. ചേട്ടാ, ബ്രെഡ് ഉണ്ടോ? ബ്രെഡൊക്കെ ഞാൻ തരാം. നീയും മരുന്ന് കൊടുത്തിട്ട് ഒരാള് വടിയായി പോയിന്ന് കേട്ടല്ല. ഞാൻ മരുന്ന് കൊടുത്തു, അത് ശരി തന്നെ. പക്ഷെ അയാള് മരിച്ചത് എന്റെ കുറ്റാണോ? നിന്റെ കുറ്റാന്ന് ഞാൻ പറഞ്ഞോ? എന്തായാലും നിന്റെ മരുന്ന് കഴിച്ചിട്ട് ആള് മരിച്ചത്. എന്റെ ചേട്ടാ, അയാള് മരിക്കണ സമയത്താണ് ഞാൻ കഷ്ടകാലത്തിന് മരുന്ന് കൊടുത്തത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അതെ, മരിക്കാൻ കിടക്കണവരെ ലീസ്റ്റൊക്കെ ഞാൻ കളക്ട് ചെയ്തത് കൊടുന്നതരാം. അവർക്ക് നീ മരുന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് മുകളിലോട്ട് പറഞ്ഞു വിട്. അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ രമേശ. ഞാൻ പോവാ ചേട്ടാ. അപ്പൊ ബ്രെഡ് വേണ്ടേ രമേശ? എനിക്ക് നിങ്ങളെ ബ്രെഡ് ഒന്നും വേണ്ട. ഭാഗ്യണ്ട് സുമിത്രേ, തൽക്കാലം രമേശൻ രക്ഷപ്പെട്ടു. എന്തുണ്ടായേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആളാ കൊണ്ടാ മരിച്ചേ. ഹാവൂ, നമ്മള് രക്ഷപ്പെട്ടു അച്ഛാ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ സുമിത്ര എന്റെ കാരണല്ലാന്ന്. വീട്ടുകാര് രമേശോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? 115 വയസ്സായിട്ട് മരിക്കാതെ കിടക്കുന്നേ. അയാളെ കൊന്നയിലാ നന്ദി പറഞ്ഞത്. ഏതായാലും രമേശ് ചേട്ടന് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ, കുറച്ച് സമയം കൊണ്ട് കൊലക്കയറ്, ജയില്, ഗോതമ്പുണ്ട, ഇതൊക്കെ ആയിരുന്നു മനസ്സിൽ. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു.